വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഹോംലി സ്പൈസസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മിക്സ്ചറാണ്. അതിനായിട്ട് നമ്മളൊരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ അപ്പത്തിനൊക്കെ പൊടിച്ച പൊടി. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കാം. ഞാനിത് കായമാണ് ചേർത്തിട്ടുള്ളത്, കട്ടക്കായം. അപ്പോൾ അത് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നൂൽപുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയുള്ള ഒരു മാവ് ഉണ്ടാക്കാം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് മാത്രം മിക്സ് ചെയ്യുക, കാരണം വെള്ളം കൂടി പോവരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഓയിൽ കൂടി, അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽസ് ഏതായാലും ചേർക്കാം കേട്ടോ. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടാക്കാനായിട്ട് പാനിൽ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാവിനെ സേവകനാഴി അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ അച്ചില്ലേ, അതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസ് കണ്ടില്ലേ, നമ്മൾ നൂൽപുട്ടിനും അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു പാകമില്ലേ, അതാണ് കേട്ടോ അതിൻ്റെ പാകം. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ആദ്യം തന്നെ എണ്ണയിൽ നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മാവ് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവൊക്കെ കണ്ടോ നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞിട്ട്, ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നല്ലപോലെ തന്നെ മുരിച്ചെടുക്കുക. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ. അതുകൊണ്ട് കണ്ടോ കറക്റ്റ് പാകമാണ്. അപ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുത്തു. ഇനി നമ്മളത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കി. ഇനി അതിൽ കുറച്ച് മാവ് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടി മിക്സ് ചെയ്യുക. കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓട്ടമുള്ള ചട്ടുകയില്ലേ, അതിലേക്ക് ആക്കിയിട്ട് നമ്മളൊരു തവി കൊണ്ട് മുകളിൽ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സറിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ബോൾസ് ഇല്ലേ, അത് നമുക്കതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതും വാങ്ങി. ഇനി നമ്മൾ കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ എണ്ണയിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആ നിലക്കടലയും കൂടി ഒന്ന് വറുത്തിട്ട് എടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ നിലക്കടല നല്ലപോലെ തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാകമാകുമ്പോൾ എടുക്കണേ. അതും എടുത്തു. എന്നിട്ട് നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ്ചറില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചാൽ തന്നെ നല്ല പൊടിഞ്ഞ് വരും. നല്ല സൗണ്ടുള്ള നല്ല കറുമുറാന്നായിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇല്ലേ, അതും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കടലയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മിക്സർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യേണ്ട, സൗണ്ട് കേട്ടില്ല, നല്ല കറുമുറാനായിട്ടുണ്ട്. നല്ലൊരു മിക്സ്ചർ തന്നെയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.